ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴം വചന വിരുന്നിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നോമ്പുകാലത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹൃദയവിശുദ്ധിയുടെ ഈ തീർത്ഥാടനത്തിൽ ദൈവത്തിലേക്കുള്ള ദൂരം അളക്കേണ്ടത് ആചാരങ്ങൾ കൊണ്ടല്ല, ആത്മാവിൻ്റെ ആഴം കൊണ്ടാണെന്നുള്ള ചിന്തയാണ് ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യബന്ധങ്ങളെയും ദൈവത്തോടുള്ള വിശ്വാസത്തെയും കോർത്തിണക്കുന്ന ഒരു ആത്മീയ ദർശനമാണ് ഇന്നത്തെ ആദ്യത്തെ വായന. പുരാതന ഇസ്രായേൽ ജനതയുടെ സാമൂഹിക സാമ്പത്തിക ക്രമത്തിലെ ഏറ്റവും വിപ്ലവാത്മകമായ ഒരു നിയമമാണ് സാബത്ത് വർഷം. ലളിതമായി പറഞ്ഞാൽ 6 വർഷത്തെ അധ്വാനത്തിന് ശേഷം 7-ാം വർഷം ഭൂമിക്കും മനുഷ്യർക്കും നൽകുന്ന വിശ്രമകാലമാണിത്. 6 വർഷം കൃഷി ചെയ്തു കഴിഞ്ഞാൽ 7-ാം വർഷം നിലം ഉഴുതാനോ വിതയ്ക്കുവാനോ പാടില്ല. ഭൂമിക്ക് പൂർണ്ണ വിശ്രമം നൽകണം. ആ വർഷം താനെ മുളച്ചുണ്ടാകുന്ന ധാന്യങ്ങളും ഫലങ്ങളും ഭൂമിയുടെ ഉടമസ്ഥൻ കൊയ്തെടുക്കാൻ പാടില്ല. പകരം അത് പാവപ്പെട്ടവർക്കും പരദേശികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണത്തിനായി വിട്ടുകൊടുക്കണം. കടങ്ങൾ ഇളച്ചു കൊടുക്കാൻ സാബത്ത് വർഷത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്. തൻ്റെ സഹോദരനായ ഇസ്രായേൽക്കാരന് നൽകിയ വായ്പകൾ 7-ാം വർഷം ഇളച്ചു കൊടുക്കണം. നിയമാവർത്തനം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ കടബാധ്യത മൂലം ആരും തകർന്നു പോകാതിരിക്കാനും സമൂഹത്തിൽ സാമ്പത്തിക സമത്വം നിലനിർത്താനുമാണ് ഈ നിയമം ഉണ്ടായത്. അടിമകൾക്ക് മോചനം നൽകേണ്ട കാലം കൂടിയാണിത്. ദാരിദ്ര്യം മൂലമോ കടം മൂലമോ ഒരാൾക്ക് തൻ്റെ സഹോദരൻ്റെ അടുത്ത് അടിമയായി, അതായത് ജോലിക്കാരനായി നിൽക്കേണ്ടി വന്നാൽ 6 വർഷത്തെ സേവനത്തിന് ശേഷം 7-ാം വർഷം അവനെ സ്വതന്ത്രനാക്കണം. വെറുതെ വിട്ടയച്ചാൽ പോരാ, അവൻ പുതിയൊരു ജീവിതം തുടങ്ങാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും, അതായത് ആട്, ധാന്യം, വിത്ത് തുടങ്ങി ഇവയെല്ലാം നൽകി വേണം യാത്രയാക്കാൻ. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിലൂടെയെല്ലാം ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ ഹൃദയം തുറന്ന് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ്. ഭൂമി എൻ്റേതാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് അതിഥികളും കുടിയേറ്റക്കാരും മാത്രമാണ് എന്ന ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 23-ാം വചനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യൻ സമ്പത്തിൻ്റെ ഉടമയല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൈകളിൽ നിന്നുള്ള സൂക്ഷിപ്പുകാരൻ മാത്രമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. 6 വർഷത്തെ അധ്വാനത്തിനൊടുവിൽ മണ്ണും മനസ്സും ദൈവത്തിന് സമർപ്പിക്കുന്ന സാബത്ത് പോലെ ആണ്ടിലൊരിക്കൽ നമ്മുടെ ആഗ്രഹങ്ങളെ അടക്കി നിർത്തി ആത്മാവിനെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന പുണ്യകാലമാണ് 50 നോമ്പ്. സാബത്തിൽ ഭൂമി വിശ്രമിക്കുമ്പോൾ നോമ്പിൽ നമ്മുടെ ജഡികാഭിലാഷങ്ങൾ വിശ്രമിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങുന്നു. അവിടെ രൂപപ്പെടുന്നത് 3 കാര്യങ്ങളാണ്. 1. കടങ്ങൾ ഇളച്ചു നൽകുന്ന കരുണ. അയൽക്കാരൻ്റെ കടങ്ങൾ ഇടച്ചു നൽകുന്ന സാബത്തിൻ്റെ നിയമം നോമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനയാകണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന വചനം വെറുമൊരു വാക്യമല്ല, മറിച്ച് സഹോദരൻ്റെ തെറ്റുകളും കുടിശ്ശികകളും മായ്ച്ചു കളയുന്ന ഹൃദയത്തിൻ്റെ വിശാലതയാണ്. 2. അടിമത്തത്തിൽ നിന്നുള്ള മോചനം. മറ്റൊരുവനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സാബത്ത് വർഷം നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിലെ പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള ആഹ്വാനമാണ്. ഈജിപ്തിലെ അടിമത്തത്തെ ദൈവം ഇല്ലാതാക്കിയതുപോലെ കുരിശിൻ്റെ വഴിയിലൂടെ മിശിഹ നമുക്ക് നൽകിയ നിത്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണ് ഈ നോമ്പുകാലം. 3. ദാനധർമ്മത്തിൻ്റെ സുഗന്ധം. സാബത്തിൽ ശേഖരിച്ചു വയ്ക്കാതെ പാവങ്ങൾക്കായി മാറ്റിയിടുന്ന ധാന്യമെന്ന പോലെ നമ്മുടെ നോമ്പ് കേവലം ഉപവാസമല്ല, മറിച്ച് ഉപവിയായി മാറണം. നാം മാറ്റിവെക്കുന്ന ഓരോ തരി അന്നവും സഹോദരൻ്റെ വിശപ്പടക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് സ്വർഗത്തിൽ സ്വീകാര്യമാകുന്നത്. ചുരുക്കത്തിൽ നിയമാവർത്തന പുസ്തകം പറയുന്ന സാബത്താചരണത്തിൻ്റെ ആധുനിക പതിപ്പാണ് നമ്മുടെ 50 നോമ്പ്. സ്വന്തം നേട്ടങ്ങൾക്കായി ഓടുന്ന ലോകത്തിൽ പാവപ്പെട്ടവൻ്റെ കണ്ണുനീരൊപ്പാനും അവൻ്റെ ഭാരങ്ങൾ ലഘൂകരിക്കാനും ഈ നോമ്പുകാലം നമ്മെ പ്രാപ്തരാക്കുന്നു. അടിമത്തത്തിൻ്റെ ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയാണിത്. ദൈവത്തിൻ്റെ എല്ലാ പ്രബോധനങ്ങളോടും ചേർന്ന് അനുദിന ജീവിതം ക്രമീകരിക്കുന്ന തോബിത്തിൻ്റെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നോമ്പിൻ്റെ ചൈതന്യത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ഇന്നത്തെ 2-ാമത്തെ വായന. 8-ാമത്തെ വചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പം ആണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു.
പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ പൂർണ്ണത ആസ്വദിക്കും. ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കാൻ ഉപവാസം കൊണ്ട് ഉള്ളം തെളിക്കണം, ദാനധർമ്മം കൊണ്ട് ദാരിദ്ര്യം നീക്കണം, പ്രാർത്ഥന കൊണ്ട് സ്വർഗം തുറക്കണം, നീതി പുലർത്തി നിത്യത തേടണം. അങ്ങനെ ഈ 50 ദിവസത്തെ നോമ്പാചരണം നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളുടെ ദിനങ്ങളാവട്ടെ. ദാനം ചെയ്യുന്നതിൽ മിശിഹായുടെ ആത്മത്യാഗത്തിൻ്റെ മാതൃക പിന്തുടരാനുള്ള പ്രബോധനമാണ് പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നത്. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി എന്ന തിരുവചനം നാം എടുക്കേണ്ട നിലപാടുകളിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഒരാളുടെ സമൃദ്ധി മറ്റുള്ളവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള ദൈവത്തിൻ്റെ വഴിയാണ്. നമ്മുടെ ഈ ലോക ജീവിതം കൂട്ടായ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള അവസരമാണ്. നിത്യതയുടെ വഴികളെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ 3 വായനകളും നോമ്പിൻ്റെ ചൈതന്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും. ഇനി ഈ വഴികൾ പിന്തുടരുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന അപജയങ്ങളുടെ സൂചനകളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുമുള്ള തിരുവചനങ്ങൾ ഈശോ തന്നെ നൽകുന്ന താക്കീതുകളാണ്. യഹൂദ മതജീവിതത്തിൻ്റെ 3 തൂണുകളായിരുന്നു ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം എന്നിവ. ദൈവസന്നിധിയിൽ പുണ്യം തേടാനുള്ള മാർഗങ്ങളായി ഇവയെ അവർ കണ്ടിരുന്നു. എന്നാൽ ഈശോയുടെ കാലഘട്ടമായപ്പോഴേക്കും ഇതിൽ വലിയ അപജയങ്ങൾ സംഭവിച്ചു. ഒന്നാമത്തെ അപജയം എന്ന് പറയുന്നത് പ്രകടനപരതയാണ്. ജനങ്ങൾ കാണുന്നതിനായി കവലകളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ദാനധർമ്മം ചെയ്യുമ്പോൾ കാഹളം മുഴക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ അപജയം ആത്മീയ അഹങ്കാരമാണ്. ഉള്ളിലെ ഭക്തിയേക്കാൾ പുറമേയുള്ള വേഷപ്പകർച്ചകൾക്ക് പ്രാധാന്യം ലഭിച്ചു. ദൈവം കാണണം എന്നതിനേക്കാൾ മനുഷ്യർ പുകഴ്ത്തണം എന്നതായിരുന്നു ലക്ഷ്യം. സാബത്ത് വിമോചനത്തിൻ്റെ അടയാളമാകുന്നതിനു പകരം ആചാരങ്ങളുടെ തടവറയായി മാറി. ദൈവത്തിൻ്റെ കണ്ണുകളേക്കാൾ മനുഷ്യരുടെ കയ്യടികളെ അവർ പ്രണയിച്ചു. കവലകളിലെ കാഹള സ്വരങ്ങളിൽ അവരുടെ കാരുണ്യം മരിച്ചുപോയി. വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയരുത് എന്ന ദൈവിക രഹസ്യത്തിന് പകരം ലോകം മുഴുവനും അറിയണമെന്ന അഹങ്കാരത്തിന് അവർ അടിമകളായി. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ തെരുവോരങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ട വേഷപ്പകർച്ചകളായി അധപതിച്ചു. ഇവിടെയാണ് ഈശോയുടെ താക്കീത്. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയരുത്. അതായത് നൽകുന്നവൻ നൽകി എന്ന ബോധം പോലും അഹങ്കാരമായി മാറരുത് എന്ന്. നീ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുക. ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങളിലല്ല, ഹൃദയത്തിൻ്റെ ഏകാന്തതയിലാണ് ദൈവം സംസാരിക്കുന്നത്. ഇത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. നോമ്പ് ഒരു വേഷപ്പകർച്ചയാകരുത്. തോബിത്തിൻ്റെ പുസ്തകവും നിയമാവർത്തനവും പഠിപ്പിച്ച നീതിയുടെയും കരുണയുടെയും അന്തസാരമാണ് ഈശോ ഇവിടെ വീണ്ടെടുക്കുന്നത്. നമ്മുടെ 50 നോമ്പ് വെറും ഒരു കപട വേഷമാകരുത്. ഈ ഒരു വലിയ സത്യമാണ് നമ്മെ ഇന്ന് തിരുവചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഉപവസിക്കുമ്പോൾ മുഖം വിരൂപമാക്കുന്ന യഹൂദ രീതി നമുക്കുണ്ടാകരുത്. സന്തോഷത്തോടെയും വിശുദ്ധിയോടെയും നോമ്പ് നോക്കുമ്പോഴാണ് അത് ദൈവത്തിന് പ്രീതികരമാകുന്നത്. മനുഷ്യരിലല്ല, ദൈവത്തിൽ നമുക്ക് നോക്കാം. മനുഷ്യരുടെ അംഗീകാരമല്ല, ദൈവത്തിൻ്റെ പ്രീതിയാണ് നമ്മുടെ ലക്ഷ്യം. മനുഷ്യർ നൽകുന്ന പ്രതിഫലം താൽക്കാലികമാണ്, എന്നാൽ പിതാവ് നൽകുന്ന പ്രതിഫലം നിത്യമാണ്. പ്രിയപ്പെട്ടവരെ, സാബത്ത് നൽകിയ സ്വാതന്ത്ര്യവും തോബിത്ത് പഠിപ്പിച്ച കാരുണ്യവും ഈശോ ആവശ്യപ്പെടുന്ന ഹൃദയവിശുദ്ധിയും ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ നോമ്പ് സാർത്ഥകമാകുന്നത്. പുകഴ്ചയുടെ കാഹളങ്ങൾ നിലയ്ക്കട്ടെ. രഹസ്യത്തിൽ കാണുന്ന പിതാവിനായി നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് തുറക്കാം. 6 വർഷത്തെ അധ്വാനത്തിനൊടുവിൽ 7-ാം വർഷം ഭൂമി വിശ്രമിക്കാൻ വിടുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങളെ അടക്കി നിർത്തി ആത്മാവിനെ ദൈവത്തിന് വിട്ടുകൊടുക്കാം.